നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുകളപ്പില്. ഞങ്ങൾ ഇന്നുള്ളത് ഒരു റിസോർട്ടിലാണ്. ഞങ്ങളൊരു 2-3 ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ വന്നേക്കാട്ടോ. അപ്പോൾ ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റിസോർട്ട് വന്നിട്ട് പേര് പീച്ചി ഗ്രീൻ വാലി. അപ്പോൾ ഇതിൽ ഞങ്ങളിന്ന് 3 ഫാമിലി സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ചെറുതായിട്ട് റിസോർട്ടിൽ ഗ്രില്ല് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം സൈസാക്കിയുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് പെരി ചിക്കനാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെയുള്ള സൗകര്യം നമ്മുടെ റിസോർട്ടിലുണ്ട്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെരിപ്പെരി കാത്തു നിൽക്കാത്ത ആൾക്കാര് ഇനിയിപ്പോ പെരിപ്പെരി റെഡി ആയിട്ടില്ല, വേവണുള്ളൂ, ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിന്റെ നൈറ്റ് ലുക്ക് കണ്ടത് അത്യാവശ്യം നല്ലൊരു സൗകര്യമാണ് ഇവിടെ. വിത്ത് ഫാമിലി സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്ഥല സൗകര്യം എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വേറൊരു കോട്ടേജ് ഉണ്ട്, കോട്ടേജ് ഒന്ന് കണ്ടിട്ട് വരാം. ആ കോട്ടേജിലേക്ക് പോകാനുള്ള ഒരു വേ ആണത്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടാ? എന്താ തോന്നണതിനെ കുറിച്ച്? നല്ല അടിപൊളിയാണ്. ആണോ? എൻവയോൺമെന്റ് നല്ലൊരു നേച്ചറായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? വേറൊരു ലോകത്ത് വന്നൊരു പ്രതീതി അല്ലേ? ബാമ്പു സിറ്റിംഗ് ഫെസിലിറ്റി നല്ല സൂപ്പർ ആയിട്ടില്ലേ? നല്ലൊരു ലൈറ്റും നല്ലൊരു മരം ഏതാന്ന് മനസ്സിലായോ? എന്താ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ നൈറ്റ് ലുക്ക്. അപ്പം നമ്മളിനി ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ നൈറ്റായിട്ട് അങ്ങനെ ഇനി ഗ്രില്ല് ചുടുന്നുണ്ട്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നമ്മള് കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. ഇനി ഫയർ ഇടാൻ പോവാണ്. അപ്പൊ കുറച്ച് സാനിറ്റൈസർ ഒഴിച്ചിട്ടാണ് കത്തിക്കാൻ പോകണം കേട്ടോ. അപ്പൊ സാനിറ്റൈസറിന് പകരം ഡീസല മണ്ണെണ്ണ എന്തായാലും കുഴപ്പമില്ല, ഇത് കത്തി പിടിക്കണ്ടേ. പെട്രോൾ മാത്രം ഒഴിച്ചെടുത്ത്, പെട്രോൾ ഒഴിച്ച് പൊട്ടി തെറക്കി കേട്ടോ. യെസ്, പിടിച്ചു. ഓ സൂപ്പർ. അങ്ങനെ ബേവട്ടന്റെ ഉദ്ഘാടനം ചെയ്തു, ക്യാമ്പ് ഫയറിനുള്ള ഫയറൊക്കെ ഉദ്ഘാടനം ചെയ്തു. അതെന്തായാലും സംഭവം കത്തി പിടിച്ചു. സംഭവം ഇനി ഇത് ഒന്ന് ഫുള്ളായിട്ട് വിറകൊക്കെ ഒന്ന് കത്തി പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ബ്രേക്ക് ഇടാം. അപ്പൊ കത്തി ഫുള്ളായിട്ട് കത്തി കഴിയുമ്പോഴാണ് നമുക്കിത് കാണാൻ ഒരു ലുക്ക് കാണുള്ളൂ. ഇപ്പോൾ ചുമ്മാ വിറക് കൂട്ടി വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ഇതിന് ശേഷം 10 മിനിറ്റ് ബ്രേക്ക് ഇട്ട് നമുക്ക് തിരിച്ചു വരാം. സൺ ഓഫ് ചിക്കൻ പെരിപ്പെരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇദ്ദേഹത്തെ കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ അഡീഷണൽ പ്രിപ്പറേഷൻ ആണ്. കുഴപ്പമില്ല, ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞൊരു യുദ്ധഭൂമിയുടെ അവസ്ഥയാട്ടോ പെരിപ്പെരിക്ക്. പാവം ഇവരൊക്കെ അധ്വാനിച്ചോണ്ടിരിക്കുക പെരിപ്പെരിക്ക് വേണ്ടിയിട്ട്. രക്ഷയില്ല. ഞാനും പോയി നല്ലൊന്ന് അധ്വാനിക്കട്ടെ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ ഓൾമോസ്റ്റ് കത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് വരുന്നുണ്ട്. തീയൊക്കെ പടർന്ന് നല്ല സൂപ്പറായിട്ട് വന്നോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. പീച്ച് ഡാം ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഇതിന്റെ തൊട്ട് ഈ കാണുന്ന റൂമുകളുടെ മേലിലാണ് നമ്മുടെ പീച്ച് ഡാമിന്റെ വെള്ളക്കെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇവിടെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു വെറൈറ്റി അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. അതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങളങ്ങനെ നൈസായിട്ട് ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ റിസോർട്ടിലെ ഗംഭീരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം കലാകാരനാണ് ഇവിടുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോ രാത്രിത്തെ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നേരം വിളിച്ചായി എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്, പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ അതിന് മുന്നേ നമ്മുടെ ഈ റിസോർട്ടിന്റെ ഫുൾ ഫെസിലിറ്റി ഒന്ന് നമുക്ക് കവർ ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ഇതാണ് അവിടുത്തെ സിംഗിൾ ബെഡ്റൂം. അപ്പോൾ സിംഗിൾ ബെഡ്റൂമിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണത്. അപ്പൊ അതിന്റെ ഫെസിലിറ്റി കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോണത്. നല്ല രസമുണ്ട്. ഇവിടെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല സംഭവം. സൈഡൊക്കെ കാണിച്ച് ഫുള്ള് സൈഡൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ നമ്മളിനി ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ സിംഗിൾ വില്ലയുടെ ഒരു സെറ്റപ്പ്. നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും നല്ല ഹാപ്പിയായി, നല്ലപോലെ ഉറക്കം കിട്ടി. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ബാൽക്കണി വരെ കിട്ടുന്നുണ്ട്. അപ്പോ അത്യാവശ്യം ഒരു ടൈം പാസിന് നമുക്ക് പോയി നിൽക്കണമെങ്കിൽ തന്നെ നല്ലൊരു ഏരിയ ആണ്, ഒരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ആയിട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ കിച്ചൺ കം ഡൈനിങ് കേട്ടോ. അപ്പൊ അതിന്റെ ഫെസിലിറ്റി നമുക്ക് കാണിച്ചു തരാം, ഇതുപോലെ. അപ്പൊ ഇവിടെ അത്യാവശ്യം ഒരു 10-20 പേർക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് കിച്ചൺ അവൈലബിൾ ആണ്. നമുക്കിപ്പോ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ, ഫുഡൊക്കെ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കിച്ചൺ സൗകര്യങ്ങൾ വിത്ത് ഗ്യാസ് ഫെസിലിറ്റി ആണ് ഇവര് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഫ്രിഡ്ജ് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട്. ഒരു സ്റ്റോറേജിന് വേണ്ട ഒരു ചെറിയൊരു ബ്യൂറോ ഉണ്ട് ഇവിടെ കണ്ട. നമുക്ക് കിച്ചണിന്റെ നല്ല ഫെസിലിറ്റിയാണ്. അത്യാവശ്യം 3-4 പേർക്ക് ഇടപഴകാൻ പറ്റുന്ന ഒരു സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് കിച്ചൺ സൗകര്യം കേട്ടോ. ഡബിൾ ബെഡ്റൂം വില്ലയിലേക്ക് പോണ ഒരു വേ ആണ് കേട്ടോ. ഈ വഴി കൂടെയാണ് നമ്മൾ വില്ലയിലേക്ക് പോണത്. അപ്പൊ ഇവിടെ 2 സൈഡിലും യെല്ലോ കളർ പാമ്പ് വെച്ചിട്ട് നല്ലൊരു ഹാൻഡ് റെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് റെയിൽ. നമുക്ക് ഈ വീഡിയോയില് സൗണ്ട് ഈ മെറ്റലിന്റെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നടക്കുന്ന വഴിയിൽ കംപ്ലീറ്റ് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അതായത് ഈ മെറ്റല് വിരിക്കുന്നതിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. മെറ്റലിന്റെ പോയിന്റ്സ് നമുക്കൊരു അക്കോപഞ്ചർ ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാണ് ഒരു മോർണിംഗ് വാക്കിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെറ്റല് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ അത്രയും മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു റിസോർട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വില്ലയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരങ്ങളുടെ ഉള്ളിൽ ഇരിക്കാനൊക്കെ പറ്റിയൊരു ബാമ്പു സീറ്റിംഗ് കാര്യങ്ങള്, അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടിയാണ്. നമുക്കിപ്പോ ഒരു 10 മിനിറ്റ് വിശ്രമിക്കണം, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാറ്റ് കൊള്ളണം എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണിത്. ഡബിൾ ബെഡ്റൂം വില്ലയിലേക്ക് കിടക്കണോടത്ത് ഒരു ചെറിയൊരു കനാൽ സെറ്റപ്പ് ഇവരുടെ പ്രൈവറ്റ് ലാൻഡിൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് മാത്രമല്ല, കുട്ടികൾക്ക് പോലും ഇതിലേക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ. അവിടെ വേറെ അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നാച്ചുറൽ ആയിട്ട് ഇത് കുട്ടികളൊക്കെ നല്ല പോലെ വെള്ളത്തിലിറങ്ങി കളിക്കേണ്ടത്. അവരിത് ബോട്ടൊക്കെ വിട്ട് കളിക്കാനുള്ള പരിപാടിയിലാണ്. എനിക്ക് എന്റെ ഫാമിലിക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത്രയും നേരം ഇവിടുന്ന് പോവാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ. അത്രയും ഒരു നല്ലൊരു എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് ഇവിടുത്തെ ഡബിൾ ബെഡ്റൂം വില്ല. ഇതില് 2 ബെഡ്റൂം ആണ്. ഒരു 2 ഫാമിലിക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. ചെന്ന് കയറുന്ന തന്നെ ഒരു ചെറിയൊരു ഹാള് പോലത്തെ ഒരു സെറ്റപ്പിലേക്കാണ്. അവിടെ ഡൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഓപ്പൺ കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാണാൻ കഴിയുന്നത് ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ടിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളാണിത്. നമുക്ക് കാണാം അവിടെ ആ ബാക്ക് വശം ഫുള്ള് കനാലാണ്. ഈ കനാലിൽ കൂടെ പോണ വെള്ളമാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ലാൻഡിലേക്ക് ഇവിടെ ചെറിയ കനാലായിട്ട് ഉറവ തിരിച്ചു വിട്ടിരിക്കുന്നതാണ് സംഭവം. അത് തന്നെ കാണുമ്പോൾ പ്രത്യേക ഒരു നാച്ചുറാലിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ റൂമിലും അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണി കാണും. അതേ ഫെസിലിറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു കടപ്ലാവാണ്. നമ്മുടെ കടച്ചക്കയൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാവാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ വന്ന് അനുഭവിച്ചാൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ ആ ഒരു കാഴ്ച നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ.
അത്രയും നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളൊരു സെക്കൻഡ് സാറ്റർഡേ സൺഡേയും കിട്ടിയപ്പോ ചുമ്മാ ടൈം പാസിന് വേണ്ടി ഞങ്ങളൊരു 3 ഫാമിലി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വന്നാണ്ട. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും കൂടെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച്. നമ്മുടെ തൃശ്ശൂര് തന്നെയാണത്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വേയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലേസ്, ഒരു ഏരിയ കവർ ചെയ്തിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് വരുമ്പോൾ തന്നെ എന്താ ഇവിടെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഴ, കവുങ്ങ്, തെങ്ങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ജാതി, ഇതൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് എത്രയാണ്. എല്ലാം നാച്ചുറാലിറ്റി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ സംഭവം ചെയ്തിരിക്കുന്നത്. കണ്ട ഇവിടെ ഈ ഡബിൾ ബെഡ്റൂം വില്ലയുടെ അടിവശത്തെ ഒരു ഏരിയ ആണത്. അതിന് പാറക്കെട്ടുകളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പില്ലറിലാണ് ഈ ബിൽഡിംഗ് പണിതിട്ടുള്ളത്. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് തന്നെയാട്ടോ. കണ്ട കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റിസോർട്ട് സ്റ്റേ? സൂപ്പർ അല്ലെ? വൈബാണ്. നന്നായി എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഇനി നമുക്ക് ഇവിടെ താമസിച്ച മറ്റുള്ളവരോട് ഇതിന്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതെല്ലാവരും ഇവിടെ വട്ടം കൂടിയിരുന്ന് കത്തി വെച്ചോണ്ടിരിക്കാം കേട്ടോ. ഇവരോടൊക്കെ ഇനി ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ കാര്യങ്ങളൊക്കെ? വളരെ നന്നായിരുന്നു. നമ്മൾ ഇത്രയും കാശൊക്കെ കൊടുത്തിട്ട് വയനാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും പോകേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ കാലത്തൊരു 5:30 മണിക്ക് എത്തിയപ്പോ നല്ലൊരു മെഡിറ്റേഷൻ ഫീൽ കിട്ടി. ഒരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഗംഭീരമായിട്ട്. അത് ഒരു പോസിറ്റീവായിട്ട് തോന്നി ഇവിടെ. ഒരു അക്വപഞ്ചർ ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. മെറ്റലിന്റെ മേളിൽ കൂടെ പിന്നെ എല്ലാതരം ഫ്രൂട്ട്സുകളുള്ള ഓൾമോസ്റ്റ് ഒരു 99% ഫ്രൂട്ട്സുള്ള മരങ്ങള്, നല്ല കാറ്റ്, കാര്യങ്ങളൊക്കെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇരിക്കുമ്പോ. ഓക്കെ, എന്താ അഭിപ്രായം സ്റ്റേ കുറിച്ച്? നല്ല അഭിപ്രായമാണ്. എന്താ ഫീൽ ചെയ്തേ? നല്ല രസമുണ്ടായിരുന്നു. വീട്ടിലൊക്കെ എണീക്കുന്ന പോലല്ല, ഇവിടെ ഇരിക്കുമ്പോ ഒരു പ്രത്യേക എനർജിയാണ്. അതെ അല്ലെ? അത് ഈ കാടും കാര്യങ്ങളൊക്കെ അതെ അതെ അതെ. സംഭവം നടക്കാനും കാറ്റുകൊണ്ടിരിക്കാനും ഇവിടെ പെട്ടെന്ന് പോവാൻ തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, അതാണ് കാര്യം. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടാ. ഓക്കെ, നിങ്ങൾ വയനാടും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് റിസോർട്ടിൽ താമസിച്ചിട്ടുള്ളല്ലേ? ഇല്ല, അതിലും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഇവിടെയാണ്. നല്ല ക്ലൈമറ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഭയങ്കര വൈബാണെന്ന് പറയണേ. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ മെയിൻ താരാണ് ഇത് കേട്ടോ. ഇതാണ് ദേവിച്ചേട്ടൻ, നമ്മുടെ കെയർ ടേക്കർ. ഈ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ റിസോർട്ടിന്റെ ഫുള്ള് കൺട്രോൾ വരുന്നത് കേട്ടോ. അതന്നെ ഒരു പ്രത്യേക സംഭവമാണ്. ഇനി പാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർക്കിംഗ് അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു 4-5 വെഹിക്കിള് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്നൊരു സെറ്റപ്പ് കൂടി ഉണ്ട്. ഇവിടെ ഫർദർ ആയിട്ട് ഇവര് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ചെറിയ പാർട്ടി ഹാള് കാര്യങ്ങളൊക്കെ, അതായത് ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ആ സെറ്റപ്പ് ആയിട്ടില്ല, കാലക്രമേണ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പല വിധത്തില് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലേസ്. എനിക്ക് മാത്രമല്ല, നമ്മളിവിടെ താമസിച്ച എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അത്. അപ്പോ ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ പറയാം, തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ പീച്ചി ഡാമിന്റെ അടുത്താണ്. അടുത്തെന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പീച്ചി ഡാമിന്റെ അടിവാരാണിത്. അപ്പോ നമ്മുടെ പീച്ചി ഡാമിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം പോണ അതേ വഴിക്കൂടെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കിടക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഷട്ടർ തുറക്കുന്ന സമയത്ത് നമ്മൾ വരികയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചാനുഭവം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഊട്ടിയിലും മൂന്നാറിലൊക്കെ പോവാറുണ്ട്. അപ്പൊ അതിന് പകരം ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ ഒരു ഊട്ടി മൂന്നാർ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. ഇതിന്റെ നിയറസ്റ്റ് പ്ലേസുകൾ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചിമ്മിനി ഡാം ഉണ്ട്, അതുപോലെ സുവോളജിക്കൽ പാർക്ക്, നമ്മുടെ ഏറ്റവും വലിയ പാർക്ക് വരുന്നുണ്ട് പുത്തൂര്. അത് ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉള്ളൂ. അത് മാത്രമല്ല, ഒരപ്പം കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ വാട്ടർഫാൾസ് പ്ലേസ് ഉണ്ട്, അത് കാണാം. അങ്ങനെ 3-4 സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ എൻട്രി പ്രൈസ് ആണ്. അതായത് ഈ ഒരു റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ വെറും 2000 rupees മുതലാണ് ഈ റിസോർട്ടിന്റെ ഒരു ചാർജ് വരുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് അതിശയായത്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവര് പറയണ്ടായി വളരെ കുറഞ്ഞ ചാർജാണ്, നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ചോന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ ടാരിഫും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റി, അത് വളരെ കുറഞ്ഞ ചാർജില് വെറും 2000 rupees എന്നാണ് ഇതിന്റെ ഒരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 to 4 താരിഫ് ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മുടെ ആവശ്യാനുസരണം, നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫെസിലിറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കും.
അപ്പൊ ഏറ്റവും കുറഞ്ഞ ചാർജ് എന്ന് പറഞ്ഞാൽ 2000 rupees. അതിൽ മുകളിലേക്കുള്ള ചാർജ് നിങ്ങൾക്ക് ഇവരായിട്ട് വിളിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിൽ ഇത് ബുക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ സിംഗിൾ വില്ല വേണമെങ്കിൽ സിംഗിൾ വില്ല, അതുപോലെ തന്നെ ഡബിൾ ബെഡ്റൂം വില്ല വേണമെങ്കിൽ ഡബിൾ ബെഡ്റൂം ഇല്ല, അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈവൻ കോമൺ പ്ലേസും കോമൺ കിച്ചണും മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നിരവധി താരിഫോട് കൂടിയാണ്, 3-4 ടൈപ്പ് താരിഫോട് കൂടിയാണ് ഈ ഒരു റിസോർട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്ഥലം ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റേ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇനി നല്ല വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ അവസാനിച്ചു. വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.